ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CSCB എജു ഫോക്കസ്. ഇന്ന് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോണത്. ക്ലർക്ക് എക്സാമിന് കൂടുതലായിട്ട് കണ്ടുവരുന്നതും അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ് അതാണ് ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇന്ന് തൊട്ട് നമ്മൾ ഓരോ പാർട്ടായിട്ടാണ് ക്വസ്റ്റ്യൻസ് ഇടേണ്ടത്. ഇപ്പോൾ വെൽഫെയർ ബോർഡിൻ്റെ എക്സാമാണ് 27-ാം തീയതി. അപ്പോൾ ഈ വരണ എക്സാമിനും അത് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ ചോദിച്ചാൽ മതി, കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, പറഞ്ഞുതരാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് ഷാൾ മെയിൻറ്റെയിൻ SLR at the rate of %% of its demand and time liability. അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് അവരുടെ ഡെപ്പോസിറ്റിൻ്റെ എത്ര ശതമാനമാണ് SLR മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? 25%. ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി ഓഫ് KCC സ്കീം. KCC സ്കീം ഇംപ്ലിമെൻറ്റ് ചെയ്യണത് ഏതൊക്കെ ഏജൻസി കൂടെയാണെന്ന്? കമേഴ്ഷ്യൽ ബാങ്ക്സ്, RRB, കോപ്പറേറ്റീവ് ബാങ്ക്സ്. ഇതിൽ ഓപ്ഷൻസ് നോക്കിയിട്ട് എഴുതുക. 3 ഓപ്ഷനും കൂടി ഒരുമിച്ച് വരികയാണെങ്കിൽ ഓൾ ഓഫ് ദീസ്, അതല്ലെങ്കിൽ ഏതാ വരണ വെച്ചാൽ അത് നോക്കിയിട്ട് എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഹു ഇസ് നോൺ ആസ് ദ ആർക്കിടെക്റ്റ് ഓഫ് കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1913? കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ ആർക്കിടെക്റ്റ് എന്നറിയപ്പെടുന്നത് C. രാജഗോപാലാചാരി. ഇൻ വിച്ച് താലൂക്ക് വേർ 2 CCU ഈസ് വർക്കിംഗ്? 2 CCU ഒരുമിച്ച് പ്രവർത്തിക്കുന്ന താലൂക്ക് ഏതാണ്? തലശ്ശേരി താലൂക്ക്. തലശ്ശേരി താലൂക്കിലാണ് 2 CCUവും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്. തലശ്ശേരി CCUവും കൂത്തുപറമ്പ് CCUവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: KP ഈസ് രജിസ്റ്റേർഡ് അണ്ടർ. KP രജിസ്റ്റർ ചെയ്തത് ഏത് ആക്ടിൻ്റെ കീഴിലാണ്? ട്രാവൻകൂർ കൊച്ചിൻ ലിറ്റററി, സയൻറ്റിഫിക് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് 1955. ഡാഷ് ഈസ് നോൺ ആസ് സഹകരണ ഹൃദയാലയ. സഹകരണ ഹൃദയാലയ എന്നറിയപ്പെടുന്നത് എന്താണ്? പരിയാരം മെഡിക്കൽ കോളേജിനാണ് സഹകരണ ഹൃദയാലയ എന്ന് പറയുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: മാക്സിമം ഏജ് ലിമിറ്റ് ഫോർ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ടു ദ പോസ്റ്റ് ഓഫ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഇൻ DCB. ഡെപ്യൂട്ടി ജനറൽ മാനേജർ, DCBയിലത്തെ ഡെപ്യൂട്ടി ജനറൽ മാനേജറിൻ്റെ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള മാക്സിമം ഏജ് ലിമിറ്റാണ് ചോദിക്കുന്നത്. 40 ഇയേഴ്സാണ് ഡെപ്യൂട്ടി ജനറൽ മാനേജറിൻ്റെ പോസ്റ്റിലേക്ക് അയക്കാനുള്ള മാക്സിമം ഏജ് ലിമിറ്റ്. ദ ഷോർട്ട് ടേം ക്രെഡിറ്റ് പ്രൊവൈഡഡ് ബൈ RBI ടു ഗവൺമെൻറ് ഈസ് കോൾഡ്. RBI ഗവൺമെൻറ്റിന് കൊടുക്കുന്ന ഷോർട്ട് ടേം ക്രെഡിറ്റിനെ പറയണ പേര് വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസ്. RBI ഗവൺമെൻറ്റിന് കൊടുക്കണ ഷോർട്ട് ടേം ക്രെഡിറ്റിനെ പറയുന്ന പേര് വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് 1969, 14 ബാങ്ക്സ് വിത്ത് ഡെപ്പോസിറ്റ് ഓഫ് rupees dash ആൻഡ് above were nationalized. 1969 14 ബാങ്കുകൾ നാഷണലൈസ് ചെയ്തിരുന്നു. അത് എത്ര ഡെപ്പോസിറ്റ് വീതമുള്ള ബാങ്കുകളായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. 50 crores ഉള്ള ബാങ്കുകളായിരുന്നു നാഷണലൈസ് ചെയ്തിരുന്നത് 1969. ദ ടേം കോമൺ കേർട്ടസി മീൻസ്. കോമൺ കേർട്ടസി എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? റെസ്പോൺസ് ടു കസ്റ്റമേഴ്സ്. ബാങ്കിന് കസ്റ്റമേഴ്സിനോടുള്ള റെസ്പോൺസാണ് കോമൺ കേർട്ടസി എന്ന് പറയുന്നത്. ഓൺ വെരിഫിക്കേഷൻ ഓഫ് റിസർവ്സ് ആൻഡ് സർപ്ലസ് in the balance sheet, the auditor should examine the dash account. On verification of reserves and surplus in balance sheet, auditor should examine profit and loss appropriation account. Object of reserve fund and disposal is mentioned in the rule dash of KCS Act. The object of reserve fund and disposal is mentioned in the rule 61. Kerala Land Development Bank works in dash pattern. Kerala Land Development Bank works in federal pattern. Debentures are issued against the guarantee of. Debentures ഇഷ്യൂ ചെയ്യണത് എന്തിൻ്റെ ഗ്യാരണ്ടിമേലാണ്? ഗവൺമെൻറ്റിൻ്റെ ഗ്യാരണ്ടിമേലാണ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യണത്. ഫസ്റ്റ് സെൻട്രൽ ബാങ്ക് അഫിലിയേറ്റഡ് ടു KCB വാസ്. ഫസ്റ്റ് സെൻട്രൽ ബാങ്ക് KCB ആയിട്ട് അഫിലിയേറ്റ് ചെയ്ത ഫസ്റ്റ് സെൻട്രൽ ബാങ്ക് മലബാർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്. മലബാർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കാണ് ഫസ്റ്റ് സെൻട്രൽ ബാങ്ക് അഫിലിയേറ്റഡ് ടു KCB.
ഷോർട്ട് ടേം ലോൺസ് ആർ ഓൾസോ കോൾഡ്. ഷോർട്ട് ടേം ലോൺസിന് വേറെ നമ്മൾ പറയുന്ന പേര് പ്രൊഡക്ഷൻ ലോൺസ്. ഷോർട്ട് ടേം ലോൺസിന് പ്രൊഡക്ഷൻ ലോൺസ് എന്നും പറയും. കമ്മിറ്റി അപ്പോയിൻറ്റഡ് ബൈ ട്രാവൻകൂർ ഗവൺമെൻറ് ടു സ്റ്റഡി ദ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് വാസ് ഹെഡഡ് ബൈ. കമ്മിറ്റി appointed by Travancore government to study the cooperative movement was headed by G.K. Devdar. Headquarters of Rubber Board. Rubber Board in the headquarters Kottayam. Consumer societies in India are originated in which state? Consumer societies in India are originated in Tamil Nadu. The amount of undischarged liability can be kept in financing bank for. The amount of undischarged liability can be kept in financing bank for 3 years. SICK industrial units are provided dash finance. SICK industrial units ne provide ചെയ്യണ ഫിനാൻസിന് പറയുന്ന പേര് റിവൈവൽ ഫിനാൻസ്. റിവൈവൽ ഫിനാൻസ് എന്നാണ് സിക്ക് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സിന് പ്രൊവൈഡ് ചെയ്യണ ഫിനാൻസിന് പറയുന്ന പേര്. റിസർവ് ഫണ്ട് ഓഫ് ഹൗസിംഗ് സൊസൈറ്റി ഡെപ്പോസിറ്റഡ് ഇൻ. ഹൗസിംഗ് സൊസൈറ്റിയുടെ റിസർവ് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഹൗസ് ഫെഡിലാണ്. ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ. ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ സ്വീഡൻ. ഇയർ 1809. KYC norms made compulsory from. KYC പറഞ്ഞാൽ നമുക്കറിയാം നോ യുവർ കസ്റ്റമർ. അതിൻ്റെ നോംസ് കമ്പൾസറി ആക്കിയത് ഏപ്രിൽ 2010 തൊട്ടാണ്. ഫസ്റ്റ് പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക് കണ്ടക്റ്റിംഗ് ഫോറിൻ എക്സ്ചേഞ്ച് ഡീൽ. ഫസ്റ്റ് പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക് കണ്ടക്റ്റഡ് ഫോറിൻ എക്സ്ചേഞ്ച് ഡീൽ. ബോംബെ മെർച്ചൻറ്റൈൽ കോപ്പറേറ്റീവ് ബാങ്ക്. ലീഗൽ ഹയേഴ്സ് ഹാവ് ടു സബ്മിറ്റ് dash certificate to bank for claiming credit balance exceeding 25,000. Legal heirs have to submit dash certificate to bank for claiming credit balance exceeding 25,000. Succession certificate. Fluid resources should be invested as per the direction of. Fluid resource ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? RCS. Octroi comes under dash account. ഒക്ട്രോയ് ഏത് അക്കൗണ്ടിലാണ് വരേണ്ടത്? നോമിനൽ അക്കൗണ്ട്. ഫസ്റ്റ് താലൂക്ക് ബാങ്ക് ഇൻ ട്രാവൻകൂർ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ നാഗർകോയിൽ. ഫസ്റ്റ് താലൂക്ക് ബാങ്ക് ഇൻ ട്രാവൻകൂർ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ നാഗർകോയിൽ. ബാങ്കേഴ്സ് ലീൻ ഈസ് അപ്ലിക്കബിൾ ടു. ബാങ്കേഴ്സ് ലീൻ ഡെപ്പോസിറ്റ് മാത്രമാണ് അപ്ലിക്കബിൾ ആവുക. ബാങ്കേഴ്സ് ലീൻ ഡെപ്പോസിറ്റിന് മാത്രമാണ് അപ്ലിക്കബിൾ. ഡിസിപ്ലിനറി ആക്ഷൻ അഗെയിൻസ്റ്റ് സെക്രട്ടറി taken by. Disciplinary action against secretary is taken by executive committee. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 30 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അപ്പോൾ നിങ്ങളിതൊക്കെ പഠിക്കുക. ഇതൊക്കെ ചോദിക്കാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, പറഞ്ഞാൽ. അതുപോലെ പ്രീവിയസ് ഇയേഴ്സൊന്നും അതുപോലെ കൂടുതലായിട്ട് ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ് ഇതുപോലെ ഇടാം. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഇനി ഇടാൻ പോണ വീഡിയോസ് നിങ്ങൾക്ക് കാണാം. ഓരോ സെറ്റായിട്ട് ഇടാമെന്നാണ് വിചാരിക്കണേ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ, വേറെ ഏതെങ്കിലും വിഷയം വേണമെന്നുണ്ടെങ്കിൽ അത് പറയാം. അപ്പോൾ ഞങ്ങളത് നോക്കിയിട്ടിടാം.